السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലെ 159 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, പിന്നീട് അധ്വാനിക്കുന്നവർ, നമുക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, എല്ലാവർക്കും അല്ലാഹു രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 159 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉബല്ലിഗുകും ബിസാലാത്തി റബ്ബി വഅന ലകും നാസിഹുൻ അമീൻ. أَوَعَجِبْتُمْ أَنْ جَاءَكُمْ ذِكْرٌ مِّنْ رَبِّكُمْ عَلَى رَجُلٍ مِّنكُمْ لِيُنذِرَكُمْ وَاذْكُرُوا إِذْ جَعَلَكُمْ خُلَفَاءَ مِنْ بَعْدِ قَوْمِ نُوحٍ وَزَادَكُمْ فِي الْخَلْقِ بَسْطَةً فاذكروا آلاء الله لعلكم تفلحون. قالوا أجئتنا لنعبد الله وحده ونذر ما كان يعبد آباؤنا فأتنا بما تعدنا إن كنت من الصادقين. قال قد وقع عليكم من ربكم رجس وغضب أتجادلونني في أسماء سميتموها أنتم وآباؤكم ما نزل الله بها من سلطان فانتظروا إني معكم من المنتظرين. فأنجيناه والذين معه برحمة منا وقطعنا دابر الذين كذبوا بآياتنا وما كانوا مؤمنين. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب أليم. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 68 മുതൽ 73 വരെയുള്ള 6 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 8-ാമത്തെ ജുസ്ഇൽ 159-ാം പേജ്. ആദ് സമുദായത്തിന്റെ ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പേജ് അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദിനെ, തന്റെ ജനതയായ ആദിനെ തൗഹീദിലേക്ക് ക്ഷണിച്ചത്, അവർ എതിർത്തത്, ഹൂദ് നബി അലൈഹിസ്സലാമിന് മേൽ കള്ളനാണെന്ന് പറഞ്ഞ്, വിഡ്ഢിയാണെന്ന് പറഞ്ഞ് കുറ്റം ചാർത്തിയത്, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ആ സമയത്താണ് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവർക്ക് തന്റെ ശരിയായ അവസ്ഥ വിവരിച്ചു കൊടുക്കുന്നത്. എന്റെ അടുക്കൽ ഒരു വിഡ്ഢിത്വവുമില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്നാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി 67-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനിയുള്ള ആയത്തിലും മഹാനവറുകൾ ആ മറുപടി തുടരുകയാണ്. മഹാനവറുകളുടെ ആ മറുപടിയാണ് അള്ളാഹു ഉദ്ധരിക്കുന്നത്. നോക്കൂ, 68-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി വഅന ലകും നാസിഹുൻ അമീൻ. നേരത്തെ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞതേപോലെ തന്നെയാണ് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാമും പറയുന്നത്. ഉബല്ലിഗുകും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു, റിസാലാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ. അതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. ഞാൻ വിഡ്ഢിയല്ല, ഞാൻ പറയുന്ന നുണയല്ല. റബ്ബിന്റെ ഭാഗമുള്ള പ്രവാചകനാണ്. ഉബല്ലിഗുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു.
ഇസാരാത്ത് റബ്ബി, എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ, വഅന ഞാൻ, ലക്കും നിങ്ങൾക്ക്, നാസിഹുൻ ഗുണകാംക്ഷയുള്ളവനാണ്, അമീനുൻ വിശ്വസ്തനായ ഗുണകാംക്ഷയാണ് ഞാൻ. വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ, നിങ്ങളുടെ വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ് ഞാൻ. നാസിഹ് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷി, അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ. അടുത്ത ആയത്തുകൾ 69 മുതൽ 70 വരെ. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം അവരെ അള്ളാഹു തആല അവർക്ക് ചെയ്തു കൊടുത്ത നിഅമത്തുകളൊക്കെ ഓർമ്മപ്പെടുത്തി ഓരോ അനുഗ്രഹങ്ങളും പറഞ്ഞു കൊടുത്തു. കായികമായ നൽകിയ ശക്തി, അവരുടെ ബുദ്ധിശക്തി, പ്രവർത്തന കഴിവ്, സമ്പൽ സമൃദ്ധി, ഇങ്ങനെ ഒരുപാട് നിഅമത്തുകൾ പുറത്തും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മഹാനവറുകൾ അവരെ ഓർമ്മപ്പെടുത്തി. മുമ്പ് കഴിഞ്ഞുപോയ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതയെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. ആ ജനത നിങ്ങളെപ്പോലെ ധിക്കാരം കാണിച്ച ആളുകളായിരുന്നു. ഇതെന്താ അവർക്ക് സംഭവിച്ചത്? അവരല്ലാഹുവെ ശിക്ഷിച്ചു, ഒന്നായി മുക്കിക്കൊന്നു പ്രളയത്തിലൂടെ. അതേപോലെ നിങ്ങൾക്കും വരാം, നിങ്ങൾ ജാഗരൂകരായിരിക്കണം. നിങ്ങൾ ആ ജനതയുടെ പിന്മുറക്കാരാണ്, അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്, അവരുടെ പിൻഗാമികളായിട്ടാണ് നിങ്ങൾ അല്ലാഹുവെ നിയോഗിച്ചത്. ഞാൻ ഈ പറയുന്ന ഉപദേശം നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നതുപോലെ ശിക്ഷ നിങ്ങൾക്കും വരാം എന്നൊക്കെ അവരോട് മഹാനവറുകൾ പറയുന്നത്. വളരെ മാന്യമായാണ് ഹൂദ് നബി അലൈഹി സ്വലാം സംസാരിക്കുന്നത് അവരോട്. പക്ഷേ അവർ തിരിച്ചു മറുപടി പറഞ്ഞത് പരുഷമായാണ്. അവിടെ നിങ്ങളുടെ എത്ര പ്രകോപനമുണ്ടായാലും ഹൂദ് നബി അലൈഹി സ്വലാം വളരെ സൗമ്യമായി മയത്തോടെയാണ് അവരോട് സംസാരിക്കുക. അതാണ് ഒരു ദാഇക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. പ്രബോധന ദൗത്യത്തിന് ഇറങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്, പ്രകോപിതനാവരുത് എന്നത്. സൗമ്യമായ കാര്യങ്ങൾ പറയണം. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. 69-ാമത്തെ ആഴ്ച നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവഅജിബ്തും അൻ ജാഅകും ദിക്റും മിർ റബ്ബികും അലാ റജുലിൻ മിൻകും ലിയുൻദിറകും വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹ് വസാദകും ഫിൽ ഖൽഖി ബസ്ത ഫദ്കുറൂ ആലാ അല്ലാഹി ലഅല്ലകും തുഫ്ലിഹൂൻ. ആദ്യം ചോദിക്കുന്നത്, നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ഈ സന്ദേശം വന്നു കിട്ടിയതിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കോപം ചോദിച്ചതുപോലെ. അതിനുശേഷം അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവഅജിബ്തും, നിങ്ങൾ ആശ്ചര്യപ്പെടുകയാണോ? അൻജാഅക്കും, നിങ്ങൾക്ക് വന്നു കിട്ടിയതിൽ, ദിക്റും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ഉത്ബോധനം വന്നു കിട്ടിയതിൽ, അലാ റജുലിൻ മിൻകും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വഴി, ലിയുൻദിറകും, നിങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടി അങ്ങനെ ഒരു ഉത്ബോധനം വന്നു കിട്ടിയതിൽ, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുടെ അടുത്തായി, അത് അല്ലെങ്കിൽ ആൾ വകേറയായി എന്നത് നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുകയാണോ? അതിലാണ് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത്. വദ്കുറൂ, നിങ്ങൾ ഓർക്കണം, എത്ര അനുഗ്രഹങ്ങളാണ് റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്നത്. ഇത് ജഅലകും, അള്ളാഹു നിങ്ങൾ ആക്കിയ സന്ദർഭം നിങ്ങൾ ഓർക്കൂ. ഖുലഫാഅ, പിൻഗാമികളാക്കിയ, മിൻ ബഅദി ഖൗമി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിന് ശേഷം നിങ്ങൾ പിൻഗാമികളാക്കിയില്ലേ? ഇവിടെ നിങ്ങൾ ഓർത്തു നോക്കൂ. മാത്രമല്ല വസാദകും ഫിൽ ഖൽഖി ബസ്ത, നിങ്ങൾക്കവൻ കായിക ശേഷി വർദ്ധിപ്പിച്ചു തന്ന സന്ദർഭവും ഓർക്കൂ. വസാദകും, അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നല്ലോ. ബസ്തൻ, വിശാലമായി വർദ്ധിപ്പിച്ചു തന്നല്ലോ. ബിൽ ഖൽഖി, നിങ്ങളുടെ സൃഷ്ടിപ്പിൽ വിശാലത ഏറ്റി തന്നു എന്ന് പറഞ്ഞാൽ കായിക ശക്തി നന്നായി വർദ്ധിപ്പിച്ചു തന്നു. വസാദകും ഫിൽ ഖൽഖി ബസ്ത, ബസ്ത എന്ന് പറഞ്ഞാൽ പരന്ന് വിശാലമായി എന്നർത്ഥം. വസാദകും ഫിൽ ഖൽഖി ബസ്ത, അവൻ നിങ്ങൾക്ക് കായിക ശേഷി വർദ്ധിപ്പിച്ചു തന്നത് നിങ്ങൾ ഓർക്കണം. ഫദ്കുറൂ, നിങ്ങൾ ഓർക്കണം. അലാ അല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ എത്രയൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്, മറ്റുള്ള ടീമിനില്ലാത്ത. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ നിങ്ങൾ സത്യം സ്വീകരിക്കൂ. ഇതാണ് ഹൂദ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നത്. എന്താ മറുപടി? അവർ പറയുന്ന മറുപടിയാണ് 70-ലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ അജിഅ്തനാ ലിനഅ്ബുദല്ലാഹ വഹ്ദഹു വനദറ മാ കാന യഅ്ബുദു ആബാഉനാ ഫഅ്തിനാ ബിമാ തഅഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. ഖാലൂ, ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ സമുദായമായ ആദ് മറുപടി പറഞ്ഞു. എന്ത്? അജിഅ്തനാ, നീ ഇപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ലിനഅ്ബുദല്ലാഹ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണോ? വനദറ, ഞങ്ങളെ ഒഴിവാക്കാനും, മാ കാന യഅ്ബുദു ആബാഉനാ, ഞങ്ങളുടെ പ്രപിതാക്കന്മാർ വാപ്പമാപ്പന്മാർ ആരാധിച്ചു വന്നിരുന്നതിനെ ഒഴിവാക്കാനും അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനും വേണ്ടിയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും പൂർവ്വപിതാക്കൾ ആരാധിച്ചു വന്നിരുന്ന വസ്തുക്കളെ കൈവെടിയാനുമാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നത്? നദറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒഴിവാക്കാൻ.
ഞങ്ങളതൊന്നും അംഗീകരിക്കൂല, നീ പറയുന്ന ശിക്ഷയില്ല, അതിന് കൊണ്ടുപോവാ. അതുകൊണ്ട് നീ കൊണ്ടുപോവാ ബിമാ തഅിദുനാ, ഞങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്ന ശിക്ഷ. ശിക്ഷ വരുന്നല്ല നീ പറഞ്ഞ അവരൊക്കെ വരട്ടെ. ബിമാ തഅിദുനാ, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇൻ കുൻത മിന സ്വാദിഖീൻ, നീ സത്യം പറയുന്ന ആളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ നീ ഇതുവരെ പറഞ്ഞ സത്യമാണ് ഞങ്ങൾ നോക്കട്ടെ. ഈ ബിംബാരാധന ഞങ്ങൾ പുതുതായി ഉണ്ടാക്കിയതല്ല, ഞങ്ങളെ ബാപ്പന്മാർ മുമ്പ് നടന്നു വരുന്ന സംഗതിയാണ്, അത് ഒഴിവാക്കണമെന്ന് നീ പറയുന്നത്. അതിന് ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശിക്ഷ വരുമല്ല നീ പറയുന്നത്, ശിക്ഷ വരുമെന്നല്ല നീ ഭീഷണിപ്പെടുത്തുന്നത്. ആ ശിക്ഷ അങ്ങോട്ട് വരട്ടെ. എന്തൊരു വെല്ലുവിളിയാണല്ലേ, കടുത്ത ധിക്കാരമാണല്ലേ. നോക്കൂ 71-ാമത്തെ ആയത്ത്. ഹൂദ് നബി അലൈഹി സ്വലാം എത്ര സൗമ്യമായി പറഞ്ഞിട്ടും അവരത് ചെവിക്കൊണ്ടില്ല. അവരാ ബിംബാരാധന നിർത്തിയില്ല, വേണ്ടാത്രങ്ങൾ അവസാനിപ്പിച്ചില്ല, അഹങ്കാരം ധിക്കാരം നിർത്തിയില്ല, പരിഹസിക്കുകയാണ് ചെയ്ത് ശിക്ഷ കൊണ്ടുപോകാം. അവസാനം നിരാശ കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശിക്ഷ ഇതാ സംഭവിക്കുക തന്നെ ചെയ്യാനിരിക്കുന്നു. ഒരു പ്രമാണവുമില്ലാതെ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും ഇലാഹെന്ന് പേര് വിളിച്ച ആ ബിംബങ്ങളുടെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്? എന്നാൽ ആ ശിക്ഷയുടെ ആഗമനം പ്രതീക്ഷിക്കുകയല്ലാതെ ഇനി മറ്റൊരു മാർഗവുമില്ല. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി പ്രതീക്ഷിക്കാം, നമുക്കൊന്നായി അത് കാത്തിരിക്കാം. നോക്കൂ 71-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സുൻ വഗളബ അതുജാദിലൂനനി ഫീ അസ്മാഇൻ സമ്മൈതുമുഹാ അൻതും വആബാഉക്കും മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഫൻതളിറൂ ഇന്നി മഅകും മിനൽ മുൻതളിരീൻ. ഖാല, ഹൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖദ് വഖഅ അലൈക്കും, നിങ്ങളുടെ മേൽ ഇതാ വരികയായി, നിങ്ങളുടെ മേൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. എന്ത്? റിജ്സ് മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള റിജ്സുൻ ശിക്ഷയും, വഗളബുൻ കോപവും. റിജ്സ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, ഇതാണ് അർത്ഥം. നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷയും കോപവും നിങ്ങൾക്കിതാ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇതാ വരാനായിരിക്കുന്നു. അതുജാദിലൂനനി, നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? ഈ അസ്മാഇൻ, ചില പേരുകളിൽ, സമ്മൈതുമുഹ, നിങ്ങളതിനെ പേരിട്ടിരിക്കുന്നു, അന്തും, നിങ്ങൾ, ആബാഉക്കും, നിങ്ങളുടെ ബാപ്പമാർ, നിങ്ങളും നിങ്ങളുടെ ബാപ്പമാരും പേരിട്ട് വിളിക്കുന്ന ചില പേരുകളുടെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണോ? നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അത് സത്യമാണ് എന്നതിന് അള്ളാഹു യാതൊരു തെളിവും ഇറക്കിയിട്ടില്ലല്ലോ. മാ നസ്സലല്ലാഹു, അള്ളാഹു ഇറക്കിയിട്ടില്ലല്ലോ, ബിഹാ, അത്, മിൻ സുൽത്താൻ, അത് സത്യമാണെന്നതിന് മിൻ സുൽത്താൻ ഒരു തെളിവും. അപ്പോ നിങ്ങൾ നടത്തുന്ന ബിംബാരാധന, നിങ്ങൾ കുറെ പേരിട്ട് കുറെ ബിംബങ്ങളെ പേര് പറഞ്ഞു വിളിക്കുന്നു, ആ ബിംബം ഈ ബിംബം നമ്മൾ കുറെ പേരിട്ട് വിളിക്കുന്നു, ആ പേരുകളെ കാലത്ത് നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? ആ ബിംബങ്ങൾ, അവയെ ആരാധിക്കണമെന്നതിന് അള്ളാഹു തആല ഒരു തെളിവ് ഇറക്കിയിട്ടില്ല. നിങ്ങളും നിങ്ങളുടെ ബാപ്പന്മാരുമായി കുറെ പേരിട്ട് വിളിച്ച് ആരാധിച്ചു വരുന്ന ആ ബിംബങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണോ? നിങ്ങൾ ഫൻതളിറൂ, അങ്ങനെയാണെങ്കിൽ ഫൻതളിറൂ, നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, ആ ശിക്ഷ ഇതാ വരാനിരിക്കുന്നു. ഇന്നി, നിശ്ചയം ഞാൻ, മഅകും, നിങ്ങളോട് കൂടെ, മിനൽ മുൻതളിരീൻ, പ്രതീക്ഷിക്കുന്നവൻ തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് ആ ശിക്ഷ കാത്തിരിക്കാം. നിങ്ങൾ കാത്തിരുന്നോളൂ, ഞാനും നിങ്ങളെ കൂടെ കാത്തിരിക്കുക തന്നെയാണ്. നിങ്ങൾ ശഠിച്ചത് തന്നെ, അല്ലെങ്കിൽ ഈ ധിക്കാരത്തിൽ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ ആ താക്കീത് ചെയ്യുന്ന ശിക്ഷ ഇതാ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത് വരാൻ ഏറെ താമസമില്ല. ഇന്നതെല്ലാം ദൈവങ്ങളാണെന്നും ആരാധ്യന്മാരാണ് നമുക്ക് നിങ്ങളും നിങ്ങളുടെ പൂർവികരും ചില വസ്തുക്കളെ വിളിച്ചു വന്നു എന്നല്ലാതെ റബ്ബിന്റെ ഭാഗത്തുനിന്ന് ബിംബങ്ങൾ ആരാധിക്കാൻ ഒരു തെളിവുണ്ടായി? നിങ്ങൾ എന്നോട് തർക്കിക്കുന്ന ആ വിഷയത്തിലാണല്ലേ, എന്റെ നേരത്തെ തട്ടിക്കയറുന്നത് അതുകൊണ്ടാണല്ലേ, അതിന്റെ ഭവിഷ്യത്ത് കാത്തിരിക്കാം. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയം, മുൻഗാമികൾ അങ്ങനെ ചെയ്തു, അതാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയത് ഞങ്ങളെ വാപ്പന്മാർ ചെയ്തതാണ്. മുൻഗാമികൾ ചെയ്ത മോശമായ കാര്യങ്ങൾ പിൻഗാമികൾ പിൻപറ്റരുത് എന്നാണ്. നല്ല കാര്യങ്ങൾ അവർ പിൻപറ്റുകയും വേണം. അതിന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകളുണ്ട്. മോശത്രങ്ങൾ മുൻഗാമികൾ ചെയ്താൽ പിൻഗാമികൾ ചെയ്യാൻ പാടില്ല. ശറഅന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിൻഗാമികൾ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത ആദ്യം നോക്കാൻ 72-ാമത്തെ. അങ്ങനെ ആ ശിക്ഷ വരികയായി. ഭയങ്കരമായൊരു കൊടുങ്കാറ്റായിരുന്നു അത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. 7 രാത്രിയും 8 പകലും അത് തുടർച്ചയായി അടിച്ചു വീശിയത്രേ. ഹൂദ് നബി അലൈഹി സ്വലാമും കൂടെയുണ്ടായിരുന്ന മുഅ്മിനീങ്ങളും രക്ഷപ്പെട്ടു. മറ്റുള്ള ആളുകളെല്ലാം നശിച്ചുപോയി, നാമാവശേഷമായി പോയി.
അതാണ് അടുത്ത 72-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأنجيناه والذين معه برحمة منا وقطعنا دابر الذين كذبوا بآياتنا وما كانوا مؤمنين. فأنجيناه അങ്ങനെ ചുറ്റ വന്നപ്പോ നമ്മൾ മഹാനവറുകളെ രക്ഷപ്പെടുത്തി. വല്ലദീന മഅഹു അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങളെയും നമ്മൾ രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്ന നമ്മുടെ ഭാഗത്തുള്ള കാരുണ്യം കൊണ്ട്, നമ്മുടെ അനുഗ്രഹം മൂലം നമ്മൾ അവരെ രക്ഷപ്പെടുത്തി. വഖതഅന നമ്മൾ വേററുത്തു ദാബിറല്ലദീന കസ്സബൂ ബിആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരുടെ വേരുകൾ നമ്മൾ അറുത്തുകളയുകയും ചെയ്തു. ഖതഅ എന്ന് പറഞ്ഞാൽ മുറിച്ചു. ദാബിർ എന്ന് പറഞ്ഞാൽ മുരട് തന്നെ, മുരടിനാണ് ദാബിർ എന്ന് പറയുക. വഖതഅന ദാബിറ ആ മുരട് തന്നെ നമ്മൾ മുറിച്ചു കളഞ്ഞു. ആരുടെ മുരട്? അല്ലദീന കസ്സബൂ ബിആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവർ എന്ന് പറഞ്ഞാൽ ഉന്മൂലനാശം വരുത്തുന്നു, ചൂട് നശിപ്പിക്കുന്നത്. വമാ കാനൂ മുഅ്മിനീൻ അവർ വിശ്വസിച്ചവരായിരുന്നില്ല. ആ ശിക്ഷ വരുന്ന രംഗം പലയിടത്തും പരിശുദ്ധ ഖുർആൻ വിശദമായി പറയുന്നുണ്ട്. വളരെ ക്ഷാമമുണ്ടായിരുന്നൊരു കാലം, എല്ലായിടത്തും വരൾച്ചയാണ്, വെള്ളമല്ല, ഭക്ഷണമല്ല. പെട്ടെന്നാണ് ആകാശത്തെ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അത് കണ്ടപ്പോൾ ആദ്യം സന്തോഷിച്ചു. മഴ പെയ്യാൻ പോവുകയാണല്ലോ, ഉടനെ മഴ ഉണ്ടാവുമല്ലോ. ആദ്യകാർ വീടുകളിൽ നിന്നിറങ്ങി വെള്ളം സംഭരിച്ചു വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി വൃത്തിയാക്കി പാത്രങ്ങൾ മറ്റൊക്കെ വെച്ച് പുറത്ത് മഴ പെയ്താൽ വെള്ളം ശേഖരിച്ചു വെക്കാൻ പ്രത്യേകമായി കെട്ടിയുണ്ടാക്കി പല സ്ഥലങ്ങളും കാത്തു നിൽക്കുകയാണ് മഴ. ഹൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞവരോട്, അല്ല മനുഷ്യരെ, ഇത് മഴയല്ല വരാൻ പോകുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ ശിക്ഷയാണ്. ഇത് അനുഗ്രഹത്തിന്റെ മേഘമല്ല, ശിക്ഷയുടെ മേഘമാണ്. ഇനിയെങ്കിലും നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണേ. നിങ്ങൾ ഇങ്ങനെ തുടരല്ലേ, ഈ മേഘത്തിൽ മഴയല്ല കിട്ടുക. ഒരുപാട് പറഞ്ഞു നോക്കി, അവർ കേട്ടില്ല. അവര് ഹൂദ് നബി അലൈഹി സ്വലാം വീണ്ടും കളിയാക്കുകയാണ് ചെയ്തത്. ഇനി നീ ഞങ്ങളെ ഉപദേശിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നില്ല. മഴയാണ് വരാൻ പോകുന്നത്, നമ്മുടെ ക്ഷാമം തീരാൻ പോവുകയാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 24 25 ആയത്തുകളിൽ അല്ലാഹു തആല വിഷയം വളരെ വിശദമായി പറയുന്നു. ഇൻഷാ അല്ലാഹ് ആ ഭാഗമെത്തുമ്പോൾ നമുക്ക് വിശദമായി പഠിക്കുകയും ചെയ്യാം. അവർ പറഞ്ഞു ഇത് മഴയാണ് വരാൻ പോകുന്നത് പറഞ്ഞ ആ ഭാഗമാണ് അവിടെ പറഞ്ഞത്. ഏതായാലും ജനങ്ങൾ ആർത്തിച്ചിരിക്കുകയാണ്, അവർ പരിഹാസത്തിന്റെ ചിരിച്ചിരിക്കുകയാണ്. ഹൂദ് നബി അലൈഹി സ്വലാമിനെ കളിയാക്കി. ഇനിയും നിന്റെ വിഡ്ഢിത്തൊന്നും അവസാനിപ്പിക്കാറായില്ല, ഇതാ മഴ പെയ്യാൻ പോകുന്നു. മഹാനവറുകൾ വീണ്ടും പറഞ്ഞു നോക്കി, കൊടിയ ശിക്ഷ വരാൻ പോവുകയാണ്, മഴയല്ല, ഇത് മഴ വരാനുള്ള മേഘമല്ല. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെ വരെ ശിക്ഷ വന്ന് അതൊക്കെ തടുക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾ ആയുരാരോഗ്യമുള്ള ആളുകളാണ്, ആജാനുബാഹുക്കളാണ്, കായിക ശേഷിയുള്ള, ഞങ്ങൾ തടുത്തോളാം, നീ നിന്റെ പാട്ടിന് പോകുന്നു പറഞ്ഞു ഹൂദ് നബി അലൈഹി സ്വലാം. ഹൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹുവിന്റെ കൽപ്പന വന്നു, നിങ്ങളും വിശ്വസിച്ച ആളുകളും സ്ഥലം വിടണം, ഇനി അവിടെ നിൽക്കരുത്. അങ്ങനെ മഹാനവറുകൾ അനുയായികളെ കുട്ടി അവിടെ നിന്ന് നാട് വിട്ടുപോയി. ആ കാർമേഘങ്ങളുടെ തലക്ക് മീതെ തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനെ മെല്ലെ മെല്ലെ കാറ്റ് വീശി തുടങ്ങി. പക്ഷേ കുറച്ചങ്ങോട്ട് വീശി തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് പരിചയമുള്ള കാറ്റല്ലല്ലോ, തടുത്തു നിർത്താൻ കഴിയുന്നില്ല അവർക്ക്. ശക്തമായി കാറ്റ് വല്ലാതെ അടിച്ചു വീശാൻ തുടങ്ങി. എന്ത് ചെയ്യും? എല്ലാം പറന്നു പോകുന്ന കാറ്റ്. അവരാകെ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. വലിയ വലിയ കെട്ടിടങ്ങളെ നോക്കി ഓടിയവർ കന്നുകാലികളെ വലിയ മരങ്ങളിൽ കെട്ടിയിട്ടു, കുട്ടികളെ തൂണുകളിൽ മുറുക്കി കെട്ടി, അല്ലെങ്കിൽ പറന്നു പോകും, അതാണ് അവസ്ഥ. സ്ത്രീകളെ ഇരുമ്പിന്റെ കൂടാരങ്ങളിൽ ഇരുത്തി, എന്നിട്ട് ആ കൂടാരങ്ങൾ ഒട്ടകപ്പുറത്ത് ബന്ധിച്ചു. ആജാനുബാഹുക്കളായ മനുഷ്യർ കൈകോർത്ത് പിടിച്ചു നിന്നു, കാറ്റത്തെ പാറിപ്പോകാതിരിക്കാൻ. അത്രയും കഠിനമായ ശക്തമായ കാറ്റ്. ആ കാറ്റിന്റെ ശക്തി കുറയുകയല്ല ചെയ്ത്, വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈകോർത്ത് പിടിച്ചു നിന്ന ആളുകളൊക്കെ കാറ്റത്ത് പാറിപ്പോയി. കാറ്റ് അവരൊക്കെ പറത്തിക്കൊണ്ടുപോയി. മരങ്ങളിൽ കെട്ടിയിട്ട കുട്ടികളെ, അതേപോലെ തന്നെ മരങ്ങളിൽ കെട്ടിയിട്ട മൃഗങ്ങളെ, ഇരുമ്പ് ഹൈമകൾക്കിരിക്കെ പെണ്ണുങ്ങൾ, എല്ലാവരും പാടാൻ തുടങ്ങി. ഒട്ടകങ്ങളും കൂടാരങ്ങളും പാറിക്കളിക്കുകയാണ്. മരങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടുകയാണ്. അങ്ങനെ ആ കാറ്റടിച്ച മണലൊന്നായിട്ടൊന്നും മൂടുന്നു. കാറ്റുകളടിക്കുന്നു, മണൽ മൂടുകയും വരികയും നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അങ്ങ് കുറെ കഴിഞ്ഞപ്പോ, ആ പറയപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞപ്പോ
അതാ ആദ്യകാരുടെ ശരീരങ്ങൾ മലർന്നു കിടക്കുന്നു. എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്, എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്. ഈത്തപ്പന മരം കടകുപുഴ വീണതുപോലെ എല്ലാവരുടെയും തടികൾ, ശരീരങ്ങൾ ആ ഭൂമിയിൽ അങ്ങനെ പരന്ന് വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ നശിപ്പിക്കപ്പെട്ടത്. അവർ താമസിച്ചിട്ടില്ലാത്ത വിധം അവിടെ അവരിൽ നിന്നും അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവിടെ അവർ താമസിച്ചിട്ടില്ലാത്ത വിധം, അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധം നശിപ്പിച്ചു എന്നാണ്. യാ അല്ലാഹ്, അള്ളാഹുവിന്റെ താക്കീതുകൾ ഒരൽപ്പവും തെറ്റാതെ സംഭവിച്ചു. ആദ്യകാരുടെ ശരീരത്തിന്റെ ബലം, കായിക ശക്തി അവരെ സഹായിച്ചില്ല. കൊടുങ്കാറ്റുകൾ വന്നപ്പോൾ ഈയാമ്പാറ്റകളെ പോലെ പാറിയവർ, ഉയരമുള്ള മനുഷ്യന്മാർ തലങ്ങും വിറങ്ങും മരിച്ചു വീണ് കിടക്കുകയാണ്. കടപുഴകി വീണ ഈത്തപ്പന മരങ്ങൾ പോലെ 7 രാത്രിയും 8 പകലും വീശി അടിച്ചു ആ കാറ്റ്. ഹൂദ് നബിയും അനുയായികളും രക്ഷപ്പെട്ടു. ഇത് എല്ലാവർക്കും പാഠമാണ്. പിൽക്കാല തലമുറകൾക്കെല്ലാം ഇത് പാഠമാണ്. ധിക്കാരികൾക്ക് പാഠമാണ്. അവരൊരിക്കലും വിജയിക്കില്ല. എത്ര വലിയ ശക്തന്മാരായ ആളുകളാണെങ്കിലും, സയൻസോ ടെക്നോളജിയോ മറ്റ് സംവിധാനങ്ങളോ എത്ര പുരോഗമിച്ച കാലമാണെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷയെ തടുക്കാൻ ആർക്കും കഴിയില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച ആളുകൾ അള്ളാഹു രക്ഷപ്പെടുത്തി. ഹൂദ് നബിയും സംഘത്തെയും അലൈഹിസ്സലാം അഹ്ഖാഫ് എന്ന പ്രദേശത്താണ് അവർ ഉണ്ടായിരുന്നത്. അറേബ്യയുടെ തെക്കൻ കടലോര പ്രദേശമാണത്. പാറക്കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മണൽ ഭൂമിയാണത്. വിശുദ്ധ ഖുർആനിൽ 46-ാം അധ്യായത്തിന്റെ പേര് സൂറത്തുൽ അഹ്ഖാഫ് എന്നാണ്. ഈ അടുത്ത് ഈ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്രേ. മാപ്പ് കമ്പാരിസൺ സ്റ്റഡിക്ക് വേണ്ടി ചില ഗവേഷകർ, റിസർച്ചേഴ്സ് നാസയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായം തേടിയപ്പോൾ പല ചിത്രങ്ങളിൽ നിന്നും സൂചന കിട്ടി. അതിനുശേഷമാണ് എക്സ്കവേഷനുകൾ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് സംഗതികൾ കണ്ടെത്തി എന്നാണ്. 6 മീറ്റർ ഉയരമുള്ള ജനതയുടെ പല അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. 2004 റുബുൽ ഖാലി എന്ന് പറയുന്ന ഏരിയ, MT സ്ക്വയർ, ഇതിന് മാപ്പിൽ അടിച്ചു നോക്കിയാൽ കാണാം. അവിടെ സൗദിയിലെ കമ്പനികൾ എക്സ്കവേഷൻ നടത്തുമ്പോൾ വലിയൊരു തലയോട്ടി കിട്ടിയത്രേ. ആദിൽപ്പെട്ടവരാണ് എന്ന് പല പണ്ഡിതരും വന്ന് അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരുന്നു. ആ സ്കെൽറ്റന്റെ ലെങ്ത് ഏകദേശം 5 അടിയാണ്, 5 ഫീറ്റ്. അപ്പൊ അതിൽ നിന്ന് അവരുടെ ആ ശരീരത്തിന്റെ വലിപ്പം മനസ്സിലാക്കാം. 25 മുതൽ 30 അടി വരെ വലിപ്പമുള്ള ആള്. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ സെർച്ച് ചെയ്താൽ കുറേയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് ഈ വിഷയത്തിൽ, പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. എത്ര ശക്തമായിട്ടാണ് അവരെ നശിപ്പിച്ചത് എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്, 73-ാമത്തെ. ഇനി അല്ലാഹു തആല പറയുന്നത് സമൂദ് ഗോത്രത്തെ കുറിച്ചാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കഥ പറഞ്ഞു, നമ്മൾ ആ സമൂഹത്തിന്റെ കഥ പറഞ്ഞു. ആദ്, ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ കഥ പറഞ്ഞു. ഇനി പറയുന്നത് സമൂദ് ഗോത്രത്തിന്റെ കഥയാണ്, അതായത് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഖൗം. ഖുർആനിൽ 9 തവണയാണ് സ്വാലിഹ് നബിയുടെ പേര് അലൈഹിസ്സലാം പരാമർശിച്ചിട്ടുള്ളത്. 10 സൂറകളിൽ ആ പ്രവാചകൻ സമൂഹമായി നടത്തിയ പ്രബോധന സംവാദത്തിന്റെ ചരിത്രം ഖുർആൻ വിശദമായി പറയുന്നു. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ ഷാം എന്നവരുടെ സന്താന പരമ്പരയിൽ ഉബൈദ് ബിൻ മസീഹിന്റെ പുത്രനായി സമൂദ് ഗോത്രത്തിലാണ് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. ഷാമിന്റെ പൗത്രനായ ആഷിറിന്റെ മകൻ സമൂദിന്റെ പേരിലേക്ക് ചേർത്താണ് ഈ ഗോത്രം അറിയപ്പെടുന്നത്. ഹിജാസിനും ജോർദാനും ഇടയിലുള്ള ഹിജ്ർ എന്ന പ്രദേശത്ത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇവർ താമസിച്ചിരുന്നത് എന്നാണ് പ്രബലമായ അഭിപ്രായം. മദീനയിൽ നിന്ന് സിറിയയിലേക്കുള്ള വഴിയിൽ ഹിജ്ർ, അതാണ് അവരുടെ ആസ്ഥാനം. മദാഇൻ സ്വാലിഹ്, അല്ലെങ്കിൽ സ്വാലിഹിന്റെ പട്ടണങ്ങൾ എന്ന് ഇന്നതറിയപ്പെടുന്നുണ്ട്. സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ പട്ടണങ്ങൾ. മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ വടക്ക് സമൂദ് ഗോത്രത്തിന്റെ ഗുഹാഭവനങ്ങൾ ഇന്നും കാണാമത്ര. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പോകുന്ന സമയത്ത് സമൂദുകൾ താമസിച്ചിരുന്ന സ്ഥലത്തുകൂടെ കടന്നുപോയി എന്നും അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണിത് എന്ന് നബിയോട്, സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെര്യപ്പെടുത്തിയെന്നും ഹദീസുകളിൽ കാണാം. 2008 യുനെസ്കോയുടെ
ലോക പൈതൃക പട്ടികയിൽ ഈ പ്രദേശം ഇടം നേടിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന ഒരു പ്രദേശം കൂടിയാണ് മദാഇൻ സ്വാലിഹ് എന്ന് പറയുന്ന പ്രദേശം. പാറകൾ തുറന്നിട്ട് വീടുകൾ ഉണ്ടാക്കിയതിൽ ചെറുതും വലുതുമായ 132 ഈ പ്രദേശത്ത് ഇപ്പം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അവരുടെ വാസ്തു, അതേപോലെ ശില്പ നിർമ്മാണത്തിന്റെ വൈദഗ്ധ്യം, നൈപുണ്യം മനസ്സിലാക്കി തരുന്ന നിർമ്മിതികളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ അവിടെ 60ഓളം കിണറുകൾ ആ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ടെന്ന് പറയപ്പെടുന്നു. അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ലിഖിതങ്ങളും ചിത്രകലകളും ഒക്കെ അൽ ഉല മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സൂറത്ത് ഫജ്റിൽ അവരെക്കുറിച്ച് പരാമർശമുണ്ടല്ലോ. 9-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്, അല്ലേ? സമൂദ് ഗോത്രം അല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്, താഴ്വരകളിൽ പാറ വെട്ടിത്തുറന്ന് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്ന സമൂദിനെ കൊണ്ടും അള്ളാഹു എന്ത് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. വലിയ പാറകൾ വെട്ടിത്തുറന്നിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നത് അവരുടെ പതിവായിരുന്നു അത്രേ. ജാബുസ്സഖ്റ എന്നാണ് അർത്ഥം. ജാബ എന്ന് പറഞ്ഞാൽ കീറി ഓട്ടയാക്കി ദ്വാരമുണ്ടാക്കി എന്നൊക്കെയാണ് അർത്ഥം. ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിനാണ് പറയാം. ജൈബ് നമ്മളെ കീശന്റെ ഒരു ഭാഗം ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ടാണ്, അതുകൊണ്ട് ഒരു ഓട്ട പോലെയാണല്ലോ പോക്കറ്റ് ഉണ്ടാക്കുക. അവരേകദേശം 1700ഓളം പട്ടണങ്ങൾ അങ്ങനെ വലിയ കല്ലുകൾ കൊണ്ട് വലിയ വലിയ പട്ടണങ്ങൾ ഉണ്ടാക്കിയിരുന്നതൊക്കെ തഫ്സീറുകളിൽ കാണാം. സമ്പന്നന്മാരായ ആളുകളാണ് സമൂദ്. ഭയങ്കര പണക്കാരായിരുന്നു എന്നാണ്. അവരുടെ സമ്പത്തും സ്വർണമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കൂടെ വെക്കും അത്രേ. എന്തിനാണെന്നറിയോ? ആഖിറത്തിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോവാൻ. അങ്ങനെ അവരെ കൂടെ തന്നെ വെക്കുന്നൊരു പതിവ് അവർക്കുണ്ടായിരുന്നു. നിരവധി ഡോക്യുമെന്ററികൾ ഇതിനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതൊക്കെ ധാരാളവുമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം ധാരാളം ലഭിച്ചൊരു സമൂഹമാണവർ. പക്ഷേ അവരും അവരുടെ പ്രവാചകനോടും അള്ളാഹുവിന്റെ സന്ദേശങ്ങളോടും നിഷേധാത്മക സമീപനം തന്നെയാണ് തുടർന്നത്. എല്ലാം തങ്ങളുടെ നേട്ടം കൊണ്ടുണ്ടായതാണ്, ഞങ്ങളുടെ കായിക ബലം കൊണ്ടും ഞങ്ങളുടെ അധ്വാനം കൊണ്ടും ഉണ്ടാക്കിയതാണ് എന്നൊരു അഹങ്കാരമാണ് അവർക്കുണ്ടായിരുന്നത്. പലതരം അക്രമ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. ഈ നിഷേധവും ഈ അക്രമവും അതിര് ലംഘിച്ചപ്പോഴാണ് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു തആല അവരെ സത്യത്തിന്റെ വഴിയിലേക്ക് നടത്താൻ ശ്രമിച്ചത്. സ്വാലിഹ് നബി അലൈഹി സ്വലാം ആ സമുദായത്തിൽ സർവ്വസമ്മതനായിരുന്നു. സ്വഭാവ മഹിമ കൊണ്ട്, നല്ല ഗോത്രം കൊണ്ട്, എല്ലാ പെരുമാറ്റം കൊണ്ട്, എല്ലാ നിലക്കും വളരെ നല്ല ആളുകൾക്ക് സ്വീകാര്യനായ ഒരാളായിരുന്നു. അങ്ങനെയാണ് മഹാനോട് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആളുകളേക്ക് അറിഞ്ഞ വിഷയം പറയാൻ തുടങ്ങിയത്. പക്ഷേ അത് പറയാൻ തുടങ്ങിയപ്പോൾ ആളുകളെ മട്ടും ഭാവവും ഒക്കെ മാറി. അതുവരെയും ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളുകൾ അവരുടെ താല്പര്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നത് കൊണ്ട് മാത്രം തള്ളി പറയാൻ തുടങ്ങി. സാലിഹ്, നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നതിന് മുമ്പ് നല്ല മനുഷ്യനായിരുന്നാൽ ഇപ്പം എന്ത് പറ്റി? അവർ പരമാവധി എതിർത്തു. കള്ളനാണെന്ന് പറഞ്ഞു, സാഹിറാണെന്ന് പറഞ്ഞു, ഒക്കെ പറഞ്ഞു. അവസാനം അവർ പറഞ്ഞു, ശരി, നീ പറഞ്ഞത് ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റിയൊരു തെളിവ് കാണിച്ചു തരണം. എന്താ തെളിവെന്നറിയോ? ഒരു വലിയ പാറക്കല്ല് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു, ആ പാറയില്ലേ, ആ പാറ പിളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒട്ടകത്തെ കൊണ്ടുവന്ന് തരണം, ഒട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. അത് ഒരിക്കലും നടക്കാൻ പോണില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ആവശ്യപ്പെട്ടത് എന്നാണ്. വലിയൊരു പാറ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനൊരു ഒട്ടകത്തെ പുറത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം ഇവരെങ്ങനെങ്കിലും വിശ്വസിച്ചാൽ മതി, അത്രയും ആഗ്രഹം കൊണ്ട് നടക്കുകയാണല്ലോ. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് അങ്ങോട്ട് ദുആ ചെയ്തു. അപ്പോഴോ എന്താ സംഭവിച്ചത്? സ്വാലിഹ് നബി അലൈഹി സ്വലാം വീണ്ടും ചോദിച്ചിരുന്നു, ഞാൻ അങ്ങനെ കൊണ്ടുവരാം, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, നിങ്ങൾ വിശ്വസിക്കൂല, ഉറപ്പല്ലേ, നിങ്ങൾ പിന്നെ കാലുമാറൂലല്ലോ? ഇല്ല, ഞങ്ങൾ വിശ്വസിക്കും. അവർ നേതാക്കളടക്കം പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നെന്ന്. മഹാനവർ ദുആ ചെയ്തു. എന്താ സംഭവിച്ചത്? അതാ അവർ നോക്കി നിൽക്കെ ആ വലിയ പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന്, ആ വലിയ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകം പുറത്തേക്ക് വരിക. ആ പാറ മെല്ലെ മെല്ലെ ഇളകി തുടങ്ങി, പിന്നെ മെല്ലെ മെല്ലെ പിളർന്നു തുടങ്ങി. തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നവരുടെ കണ്ണുകളുടെ മുന്നിലേക്ക് ഒരു ഒട്ടകം പുറത്തേക്ക് വന്നു. അവർ ആവശ്യപ്പെട്ട പോലെ ഒരു ഒട്ടകം, എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ഒട്ടകം.
യാ അല്ലാ, ഇതങ്ങോട്ട് കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ അവർ സ്തംഭിച്ചു പോയി, സ്തബ്ധരായിപ്പോയി അവർ. ഇതെന്താണ് ഈ കാണുന്നത്? ഒരിക്കലും സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചവൻ അതാ കൺമുമ്പിൽ ഒട്ടകം നിൽക്കുന്നു. പക്ഷെ അവർ പ്ലേറ്റ് മാറ്റി. ഇത് കൺകെട്ട് വിദ്യയാണ്, ഇത് ജാലവിദ്യയാണ്, ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല, വേറെ വേറെ ദൃഷ്ടാന്തം കൊണ്ടുപോവാം. ജനപ്രതിക്കാരല്ലേ? കുറച്ചാളുകൾ വിശ്വസിച്ചു, ബഹുഭൂരിഭാഗം ആളുകളും പഴയ നില തുടർന്നു, അവിശ്വാസികളായിരുന്നു. ആ ഒട്ടകം പിന്നീട് പ്രസവിച്ചു. പൊതുവെ ആ നാടുകളിൽ വെള്ളം കുറവായിരിക്കും, മരുപ്രദേശങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ ഒരു ദിവസം പ്രത്യേകമായി നിശ്ചയിച്ചു കൊടുത്തിരുന്നു. ആളുകൾക്കും മറ്റു ജീവജാലങ്ങൾക്കൊക്കെ മറ്റു ജന്തുക്കൾക്കൊക്കെ വെള്ളം കുടിക്കാൻ ഒരു ദിവസവും ഒട്ടകത്തിന് ഒരു ദിവസം നിശ്ചയിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാം അവർ പ്രത്യേകമായി പറഞ്ഞത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, ഈ ഒട്ടകത്തെ നിങ്ങൾ പരിഗണിക്കണം, ഇതിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്, ഇത് നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്, കണ്ണിലെ കൃഷ്ണമണിമോർ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, ഇങ്ങനൊക്കെ പറഞ്ഞു. ആ വെള്ളം കുടിക്കേണ്ട ദിവസം അത് വെള്ളം കുടിച്ചോട്ട് തന്നെ ശല്യപ്പെടുത്തരുത്. ഒട്ടകത്തിന് നിങ്ങൾ അരുതാത്തത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും എന്ന് താക്കീത് കൂടി ചെയ്തിരുന്നു മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം. പക്ഷേ ആ നാട്ടിൽ ഒരു 9 അംഗ സംഘമുണ്ട്, തെമ്പാടി സംഘം. 9 അംഗ തെമ്പാടി സംഘം എന്തിനും അവർ മുന്നിലുണ്ടാവും. ആ നാട്ടിലെ പ്രമാണിമാർ അവരാണ്. അവർ പറഞ്ഞതേ നടക്കൂ, അവർ വിചാരിച്ചതേ അവിടെ ഉണ്ടാവും. അവരെ വാക്കുകളെ ആളുകൾ കേൾക്കും. അതാണ് അവിടുത്തെ നിയമം. ആ നിയമം തെറ്റിച്ചാൽ കൊന്നുകളയും. അവരുടെ കൈകൊണ്ട് ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ആരും അവരോട് ചോദിക്കൂല. അവരെന്താ ഉദ്ദേശിക്കുന്നു അതേ അവിടെ നടക്കുള്ളൂ. ഇവരാണ് സ്വാലിഹ് നബിയുടെയും ശത്രുക്കൾ അലൈഹിസ്സലാം. 9 അംഗ സംഘം. ആ 9 അംഗ സംഘത്തിൽ ഒരാളുണ്ട്, പരമദുഷ്ടനായിരുന്ന ഒരാൾ, ഖുദാർ ഇബ്നു സ്വാലിഹ്. ഖുദാർ എന്നാണ് അയാളുടെ പേര്. നാട്ടിലെ സകല കുഴപ്പങ്ങളും മുമ്പിൽ അയാളുണ്ടാവും. അയാൾ ഈ ഒട്ടകത്തെ കൊല്ലുകയാണ് ചെയ്തത്, അറക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് താരിഖിൽ ആവശ്യം പറഞ്ഞു. സ്വാലിഹ് നബി അലൈഹി സ്വലാമിലെ എല്ലാ താക്കീതുകളും അവഗണിച്ചു അവർ. അവർക്ക് ആ ഒട്ടകം ഒരു ശല്യമായി മാറി, അതിനെങ്ങനെ വകവരുത്തണമെന്നായി മാറി, അതൊരു ദൃഷ്ടാന്തമായി ആളുകൾക്കിടയിലെ നടക്കും. ഇനി ആരെങ്കിലും കണ്ട് വിശ്വസിച്ചാറെന്ന് പേടിച്ചു അവർ. അങ്ങനെയാണ് അവർ ആറുപോലെ ചെയ്തത്. അങ്ങനെ ഒരു ധിക്കാരം കടുത്തപ്പോൾ ഈ ഒട്ടകത്തെ അവരെ നശിപ്പിക്കുക കൂടി ചെയ്തപ്പോൾ, കൊല്ലുക കൂടി ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വരികയാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ അവിടെ അങ്ങനെ ഇരുന്നോളി കേട്ടോ, പിറകെ ശിക്ഷ വരുന്നുണ്ട്, ഒരിക്കലും തെറ്റാത്ത വാഗ്ദാനമായ ശിക്ഷ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് രാത്രിയിൽ ഘോരമായ ഒരു ശബ്ദം കേട്ടത്. ഹിജ്റിനെ ആകെ പിടിച്ചുകുലുക്കിയ ശബ്ദം. നേരം വെളുത്തപ്പോഴേക്കും ഹിജ്ർ ശൂന്യമായിട്ടുണ്ട്. സമൂദ് ഗോത്രത്തിലെ പ്രമാണിമാർ ഒന്നാകെ കമിഴ്ന്നടിച്ചു വീണിട്ടുണ്ട്. അവരുടെ വാസഗേഹങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. അതുവരെ അങ്ങനെ ഒരു കൗമ അവിടെ പാർത്തിട്ടില്ലാത്ത വിധം ആ നാട് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ വിശ്വാസികളെ അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആദിന്റെയും നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും ആദ് സമുദായത്തിന്റെയും നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിന്റെയും ചരിത്രം പോലെ തന്നെ അതേ ഗതി തന്നെയാണ് ഇവിടെയും സമൂദിനും സംഭവിച്ചത്. ഒരുപക്ഷെ ഇത്രയും നിഷേധികളായി കഴിഞ്ഞ, അക്രമികളായി കഴിഞ്ഞ ഒരു ജനത മറ്റ് സമൂഹങ്ങളിൽ ഉണ്ടാവാത്ത അത്രയും ഭീകരമായിരുന്നു അവരുടെ. ശേഷിച്ച വിഭാഗവുമായി മഹാനവറുകൾ അവിടുത്തെ ദൗത്യം തുടരുകയാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാം 321 വയസ്സിലാണ് മഹാനവറുകൾ ഇഹലോകവാസം വെടിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. ദക്ഷിണ ഷീനായിലാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാം ഖബർ എന്ന് പറയപ്പെടുന്നത്. ഇനി നമ്മൾ 73 ആയത്തിലേക്ക് കടക്കുകയാണ്. ആ ചരിത്രം പറഞ്ഞു തുടങ്ങുന്ന, സമൂദിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്ന ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب أليم. صدق الله العلي العظيم. وإلى ثمود
സമൂത് ഗോത്രത്തിലേക്ക് നമ്മൾ അയച്ചു. അർസൽന എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ആയത്തിനോടാണ് ഇതിൻ്റെയൊക്കെ ബന്ധം. വൈലാ സമൂത് ഗോത്രത്തിലേക്ക് നമ്മൾ അയച്ചു അഹാഹും അവരുടെ സഹോദരന് സ്വാലിഹൻ, അതായത് സ്വാലിഹ് നബിയെ. സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹ് നബിയെയും നാം അയച്ചു. അദ്ദേഹം പറയുകയാണ്, പ്രബോധനത്തിൽ തുടങ്ങുകയാണ്, യാ ഖൗമി, എന്റെ സമുദായമേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ, മാലക്കും, നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ, മറ്റൊരു ഇലാഹും ഗൈറുഹു, അല്ലാഹു അല്ലാതെ, ഖദ് ജാഅത്കും, നിങ്ങൾക്കിതാ വന്നു കിട്ടിയിരിക്കുന്നു, ബയ്യിനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള തെളിവ് ഇതാ വന്നു കിട്ടിയിരിക്കുന്നു, ഇദാ ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി ഇതാ അള്ളാഹുവിന്റെ ഒട്ടകം. ഖദ് ജാഅത്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, നിശ്ചയമായും നിങ്ങൾക്ക് രക്ഷിതാവിങ്കിൽ നിന്ന് വ്യക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഹാദിഹി ഇദാ നാഖത്തുല്ലാഹി, അള്ളാഹുവിന്റെ ഒട്ടകം, ലക്കും, നിങ്ങൾക്ക് വേണ്ടി ആയത്തിനൊരു ദൃഷ്ടാന്തമായി ഇതാ അവിടെ നിങ്ങളത് കണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ ഒട്ടകത്തെ വിട്ടേക്കണേ. തഅ്കുൽ ഫി അർളില്ലാ, അത് അള്ളാഹുവിന്റെ ഭൂമിയിൽ അങ്ങനെ മേഞ്ഞു നടന്ന് തിന്നുകൊള്ളട്ടെ. നിങ്ങൾ അതിനെ ഒഴിവാക്കണം, വിട്ടേക്കണം, നിങ്ങൾ അതിനെ ശല്യപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത്. തഅ്കുൽ, അത് തിന്നുകൊള്ളട്ടെ, ഫി അർളില്ലാ, അള്ളാഹുവിന്റെ ഭൂമിയിൽ മേഞ്ഞു നടന്നിട്ട്. വലാ തമസ്സൂഹാ ബിസൂഇൻ, നിങ്ങളത് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കരുത്. സൂ എന്ന് പറഞ്ഞാൽ ഉപദ്രവം. വലാ തമസ്സൂഹ, നിങ്ങൾ അതിനോട് നിങ്ങൾ സ്പർശിക്കരുത് എന്നാണ് ശരിക്കും അർത്ഥം. ബിസൂഇൻ, മോശത്തരം കൊണ്ടെന്ന് പറഞ്ഞാൽ വലാ തമസ്സൂഹ ബിസൂഇൻ, നിങ്ങൾ അതിനൊരു ഉപദ്രവം ഏൽപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫയഖുദകും, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ പിടികൂടും, അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇതാ അള്ളാഹുവിന്റെ ഒട്ടകം, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ. അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ശ്രേഷ്ഠത, അതിന്റെ പദവി മനസ്സിലാക്കി തരാൻ വേണ്ടി പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. കാരണം അള്ളാഹു ഒരു മാധ്യമവുമില്ലാതെ, ഒരു ഉമ്മ പ്രസവിച്ചതല്ലല്ലോ ആ ഒട്ടകത്തിൽ, അങ്ങനെ ഒരു മാധ്യമവുമില്ലാതെ നേരിട്ട് പാറന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ചെയ്തത്. അതുകൊണ്ടാണ് നാഖത്തുള്ള അള്ളാഹിന്റെ ഒട്ടകം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിനൊരു പദവി, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതുന്നത് പോലെ, അവർ ആവശ്യപ്പെട്ട സമയത്ത് വലിയ ഒരു കടുകട്ടിയുള്ള പാറക്കല്ലിൽ നിന്നുള്ള അതിന് പുറപ്പെടുവിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. അതാണ് നാഖത്തുള്ള എന്ന് പറയുന്നത്. സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ദൃഷ്ടാന്തം വന്നിട്ടുണ്ട്, ആ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് അതിന് നിശ്ചയിച്ച ദിവസം അത് കുടിച്ചോട്ടെ, നിങ്ങളതിനൊന്നും ശല്യപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾക്ക് നിശ്ചയിച്ചത് നിങ്ങളും കുടിച്ചോളൂ, നിങ്ങൾ വെള്ളം എടുത്തോളൂ, ഉപദ്രവിച്ചാൽ നാശമായിരിക്കും എന്നൊക്കെ അവരോട് സ്വാലിഹ് നബി അലൈഹി സ്വലാം പിന്നെ താക്കീത് ചെയ്തുകൊണ്ടിരുന്നു. ഉപദ്രവിച്ചാൽ ശിക്ഷ വരുമെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ എന്നിട്ട് എന്തുണ്ടായി എന്നാണ് ഞാൻ അടുത്ത പേജിൽ പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ പേജിൽ പഠിക്കാനുള്ളത്. നമുക്ക് ആചരിക്കുകയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും സ്വാലിഹായ നമ്മളെ ഖബൂൽ ചെയ്യണം. അല്ലാഹ്, നിന്റെ പരിശുദ്ധ ഖുർആനിന്, ഇൽമിന്, ദീനിന് ആഫിയത്തോടെ നല്ല ഇഖ്ലാസോടുകൂടി ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാൻ അവസരം തൗഫീഖ് നൽകണം. അല്ലാഹ്, മഹാന്മാരായ അമ്പിയാക്കളോട് കൂടെ ഞങ്ങൾ ഇന്ന് സ്വർഗത്തിൽ കൂട്ടണേ തമ്പുരാൻ. ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് എല്ലാവർക്കും സലാമത്തും സന്തോഷം നൽകണം. അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാൻ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം തമ്പുരാൻ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണം. ബൈക്ക് ക്ലാസ് കേൾക്കുന്നവർക്ക്, പിന്നീട് റെഫർ ചെയ്യുന്നതിന് അധ്വാനിക്കുന്നവർക്ക് ഖബൂലാക്കണം തമ്പുരാൻ. നമ്മുടെ സ്മാരകങ്ങളെ ചേർക്കണം. അല്ലാഹ്, ഞങ്ങളെല്ലാവരും മാറ്റൂട്ടം നന്നാക്കണം തമ്പുരാൻ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قابل الحاجات تجد صراحا وجزينة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.